അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ പൊളിറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രിമിനൽ ലോസിൽ വന്ന റിഫോംസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സെഷനിലൂടെ നിങ്ങളുടെ ജേണി ഈസി ആക്കി തരാണ് ടോട്ട്സ് അക്കാഡമി. ഡീലിമിറ്റേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഡീലിമിറ്റേഷൻ? Delimitation is the act of fixing the number of seats and boundaries of territorial constituencies, including the reserved seats for SCs and STs. അതായത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര സീറ്റ്സ് വേണം, ഏതാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബൗണ്ടറീസ്, ഇവിടെ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എത്രയാണ് റിസർവ്ഡ് സീറ്റ്സ്, SC ST റിസർവേഷൻ സീറ്റ്സ് വേണ്ടത് എന്നൊക്കെ മുതലായവ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ്. ഇത് സെൻസസ് ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആരാണിത് ചെയ്യുന്നത്? ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഉണ്ടാകത്തില്ലേ? ഉണ്ട്. ആർട്ടിക്കിൾ 82 പ്രകാരം ലോക്സഭയിലേക്കും ആർട്ടിക്കിൾ 170 പ്രകാരം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ഡീലിമിറ്റേഷൻ ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1951, 1961, 1971 സെൻസസിന് ശേഷം ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ് ഇൻ ദ പാസ്റ്റ് നടന്നിട്ടുണ്ട്. ഡീലിമിറ്റേഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്താണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ? ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഈസ് നത്തിങ് ബട്ട് എ ഹൈ പവേർഡ് കമ്മിറ്റി മാൻഡേറ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ഡ്രോയിങ് ആൻഡ് റീഡ്രോയിങ് ദ ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഫോർ ദ ലോക്സഭ ആൻഡ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻസ്. അതായത് അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ടും ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ടുമുള്ള ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബൗണ്ടറീസിനെ ഡ്രോ ചെയ്യാനും റീഡ്രോ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ടാസ്ക് ചെയ്യപ്പെട്ടുള്ള ഒരു ഹൈ പവേർഡ് കമ്മിറ്റിയാണ് നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് നമ്മുടെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ മെമ്പേഴ്സ്? ഒരു ചെയർമാനും 2 മെമ്പേഴ്സുമാണുള്ളത്. അപ്പോൾ ആരാണ് ഈ ചെയർമാൻ? ദ ചെയർമാൻ വുഡ് ബി എ റിട്ടയർഡ് ഓർ വർക്കിംഗ് സുപ്രീം കോടതി ജഡ്ജ്. ബാക്കിയുള്ള 2 മെമ്പേഴ്സിൽ ഒരാൾ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ കമ്മീഷണറും അടുത്തൊരു മെമ്പർ കൺസേൺഡ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സാണ്. അതേപോലെ ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ ആരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, ഇറ്റ്സ് അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ കൊളാബറേഷൻ വിത്ത് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന അപ്കമിങ് ലോക്സഭ ഇലക്ഷന് മുന്നേ ഡീലിമിറ്റേഷൻ എക്സസൈസ് ഉണ്ടാവുമായിരിക്കുമോ? ഇല്ല. കാര്യം ദ ഡിസിഷൻ ഈസ് ടു കണ്ടക്ട് ദി നെക്സ്റ്റ് ഡീലിമിറ്റേഷൻ എക്സസൈസ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് സെൻസസ് ആഫ്റ്റർ 2026. 2026 ശേഷം നടക്കുന്ന ഫസ്റ്റ് സെൻസസ് ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റ വെച്ചിട്ടായിരിക്കും അടുത്ത ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്തുക എന്നുള്ളതാണ് തീരുമാനം. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഡെക്കനിയൽ സെൻസസ് നടക്കേണ്ടത് 2021 ഇത് ഇതുവരെ നടന്നിട്ടില്ല. കാര്യം കോവിഡ് പാൻഡമിക് കാരണം ഇറ്റ് ഹാസ് ബീൻ പോസ്റ്റ്പോൺഡ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്